വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കണത്. അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ പൊടിയരി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ല, ഞാനത് കഴിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദോശയും ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. ദോശമാവ് എന്തായാലും ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യം മക്കൾക്കുള്ള പാൽ തിളപ്പിച്ച് വെക്കണം. 2 പേരും എണീറ്റിട്ടില്ല. അപ്പോൾ അവർ എണീക്കുമ്പോഴത്തേനും പാൽ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ആറിക്കോളില്ല എന്നിട്ട്. പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനാണ് തുടങ്ങിയത്. ചമ്മന്തി ഒരു സവോള, പിന്നെ ഇച്ചിരി മുളക് പൊടി, ഇത്തിരി ഉപ്പ് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുക. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുക കേട്ടോ. വെള്ളം കൂടെ ആഡ് ചെയ്തെന്ന് വെച്ചാൽ വേഗം അരയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചീനച്ചട്ടി ചൂടാക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതൊഴിക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കണത് കേട്ടോ. ഞാൻ സ്വതവേ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാറും. എനിക്കിഷ്ടമാണ് ദോശയുടെ കൂടെ ഉള്ളിച്ചമ്മന്തി കൂട്ടി കഴിക്കുന്നത്. അതിപ്പോൾ ഗോതമ്പ് ദോശ ആയാലും അരിദോശ ആയാലും എനിക്കിഷ്ടമാണ് ഉള്ളിച്ചമ്മന്തി മൂപ്പിച്ചത് കൂട്ടി കഴിക്കണത് കേട്ടോ. അല്ലാത്തതും എനിക്കിഷ്ടമാണ്. അമ്മമ്മ ഉണ്ടാക്കും ഇവിടെ, സവോള അരിഞ്ഞിട്ട് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കണത്. അതും എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ചമ്മന്തി അടുപ്പത്തിട്ടു. അത് മൂത്ത് വരിക പറഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് ഞാൻ ദോശ ഉണ്ടാക്കി കേട്ടോ. എനിക്കൊരു 3 ദോശ മതി. അപ്പോൾ രാവിലെ 3 എണ്ണമൊക്കെ ധാരാളമാണ്. അപ്പോൾ ഒരു 3 ദോശ കഴിച്ചു. ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടാ. അങ്ങനെ ദോശ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ദോശ പരത്തും? ഞാൻ പരത്തും. എനിക്ക് നല്ല ഇഷ്ടമാണ് ദോശ പരത്തും. പിന്നെ അതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ തൂവി കൊടുക്കുക. അപ്പോൾ നല്ല മുരിഞ്ഞ ദോശ കിട്ടും. ഇതധികം മുരിഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ അധികം മുരിക്കാനൊന്നും നിന്നില്ല, വേഗം അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റിൽ ഇതാ ചമ്മന്തിയും ദോശയും കൂടെ ഇട്ടിട്ട് അമ്മമ്മ എടുത്ത് പോയിരുന്നു കേട്ടോ. ശരിക്കും 1 മണി 1:30 ആകുമ്പോഴേക്കും അതെല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഭക്ഷണം കഴിക്കാൻ നമുക്ക് സമയമുള്ളോ ആ സമയം ഭക്ഷണം കഴിക്കും. എല്ലാ ദിവസവും തന്നെയാണ്. 1:30 ആകുമ്പോഴേക്കും തുടങ്ങും. 2 മണിയായിട്ടാ കഴിക്കുള്ളൂ. അത് അങ്ങനത്തെ പുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കയറി കുറച്ച് നേരം അവിടെ കിടക്കും. പുളി കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരം കിടക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് അവിടെ നിന്ന് അപ്പോഴേക്കും അച്ഛൻ പോവാൻ നോക്കും. അപ്പം അച്ഛൻ പോവാൻ നോക്കുമ്പോൾ ഞാൻ കഴിക്കാൻ വരും. അങ്ങനെ ശീലമായി. അമ്മൂടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ? ഡേ ഇൻ മൈ ലൈഫ് ഓഫ് അമ്മൂമ്മ. ഞങ്ങളുടെ അടിപൊളിയല്ലേ അമ്മൂമ്മ? ഒരു ദിവസം ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ പകർത്തോണ്ട് ഇങ്ങനെ ഞാൻ തിന്നെ വന്നു. അമ്മൂമ്മ അങ്ങനെയല്ലോ. ഒരു ദിവസം വിളിച്ചായി കഴിഞ്ഞിട്ട് അതിപ്പോഴല്ല, അത് നമുക്ക് വേറൊരു മിനിറ്റ് ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് ഓഫ് അമ്മൂമ്മ. അപ്പൊ ആൾക്കാരെ എന്നെ തെറി വിളിക്കും, നീ ഇത്രയും ആരോഗ്യ സ്ഥാനം നീ വന്നിട്ട് അമ്മൂമ്മനെ കൊണ്ട് പണി കിട്ടിക്കണം. അത് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മൂമ്മ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അപ്പോൾ അമ്മൂമ്മയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഒരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആ മോനെ എനിക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ചിണുക്കാണ് അമ്മയുടെ മേത്ത് കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പത്ത് ഇട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും എന്താ പറയുക, അടുപ്പിൽ കേട്ടോ ചോറ് വയ്ക്കുക. മുൻപ് ചോറും കുടിക്കാനുള്ള വെള്ളം കുളിക്കാനുള്ള വെള്ളമൊക്കെയാണ് അടുപ്പത്ത് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് അമ്മ കൂട്ടാനും കൂടെ അടുപ്പത്താണ് വയ്ക്കണത്. കൂട്ടാനും ഉപ്പേരിയും ഒക്കെ അടുപ്പത്താണ് വയ്ക്കണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തലയിൽ എണ്ണയൊക്കെ പുരട്ടാൻ പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ തലയിൽ എണ്ണ പുരട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതവിടെ ഇരുന്നോട് സെറ്റ് ആയിക്കോളുമല്ലോ. അത് ഞാൻ തുണിയോള് തലേ ദിവസം തിരുമ്പിണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് തിരുമ്പാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുന്ന് ഞാൻ എന്ത് ചെയ്തു, സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചു. സോപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരുന്നോളൂല്ലോ. അപ്പോൾ നമുക്ക് ചെളിയൊക്കെ കുറേ പോയി കിട്ടും അതിൽ. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചു. ഞാൻ പിന്നെ വെള്ളത്തിൻ്റെ ഇവിടേക്ക് വരണം കണ്ടു കഴിഞ്ഞാൽ കൂടെ പോരും എൻ്റെ മക്കൾ. കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും തിരുമ്പാൻ വന്നിരിക്കുമ്പോൾ കൂടെ വന്നിരിക്കണത്. അത് കഴിഞ്ഞിട്ട് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ബെഡ്റൂമിലേക്ക് കേട്ടോ. കാരണം ബെഡ്ഷീറ്റ് എടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ലത് വിരിക്കണം. അപ്പോൾ അതൊക്കെ ഇതാ വിരിക്കണു. ബെഡ്ഷീറ്റ് വിരിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. അത് രാശേട്ടൻ്റെ പണിയാണ് ബെഡ്ഷീറ്റ് വിരിക്കൽ. നല്ല നീറ്റായിട്ട് സൂപ്പറായിട്ട് ബെഡ്ഷീറ്റ് വിരിക്കും. ഭയങ്കര കഴിവാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെ വിളിച്ചാലും അത്ര വൃത്തിയിലൊന്നും ആവാറില്ല. അപ്പോൾ അതാ ഞാൻ ആ സൈഡിൽ തലോണം വെച്ചിരിക്കുന്നത് മോൻ അവിടെ ജനലല്ലേ, അപ്പോൾ അവൻ്റെ മണ്ട അവിടെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഏട്ടൻ ജോലിക്ക് പോയിട്ട് അമ്മ അത് അവനെ എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവ ഓടി വന്ന് പാപ്പ കണ്ടപ്പോൾ അപ്പോൾ അമ്മമ്മ അവന് പാപ്പ കൊടുക്കുന്നുണ്ട്. അവന് പൊടിയിരപ്പാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനെല്ലാതും ഭയങ്കര ഇഷ്ടമാണ്, അവൻ കഴിച്ചോളും. അപ്പോൾ മക്കളെല്ലാം കഴിച്ചു പഠിക്കണമല്ലോ, എന്നെപ്പോലെ ആവരുതല്ലോ. അപ്പോൾ എന്താ പറയുക, അവനിതാ അച്ഛമ്മയുടെ മടിയിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പാപ്പ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ പാപ്പു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ കഴിക്കോ പാപ്പ കഴിക്കോ പ്രോട്ടി അമ്മയുടെ പൊന്നു പാപ്പ.
അതാ ഇപ്പോൾ താഴത്തേക്ക് ഇടതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പോരും രണ്ടും കൂടെയെന്ന്. കാശി ഇപ്പം ഇനിയും വരാറില്ല. കാശി ഇപ്പോൾ പല്ലേക്കാൻ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. കണ്ണൻ അങ്ങനെയല്ല. കണ്ണൻ ഞാൻ പൈപ്പ് തുറക്കണത് കണ്ടു കഴിഞ്ഞാൽ ഞാനല്ല ആര് പൈപ്പ് തുറന്നാലും അപ്പോൾ പിന്നാലെ പോകും. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പിന്നെ ആ ബനിയനൊന്നും അങ്ങനെ ഇടലില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ കൊണ്ട് മാത്രം ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ യൂട്യൂബ് ഗൈഡ് ലൈൻ പറയും. അങ്ങനെ ഞാൻ മുകളിലാണ് കേട്ടോ തോരയിടുക. ഞങ്ങൾക്ക് അവിടെയാണ് സൗകര്യം ഉള്ളത്. കണ്ട മെഷീനും ചകിരിയൊക്കെ കിടക്കണേ അവിടെയാണ് ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യം. അപ്പോൾ ഓൾറെഡി കിടക്കുന്നുണ്ടായിരുന്ന തുണികളുണ്ടല്ലോ ഉണങ്ങിയത്, അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തിരുമ്പി കൊടുന്നതൊക്കെ അവിടെ തോരയിട്ടു. പിന്നെ ഞാൻ ചെയ്തത് മുകളിൽ നിന്ന് എടുത്തോടുത്ത തുണികളൊക്കെ മടക്കിയിട്ട് അതാത് കബോർഡിൽ വെച്ചു കേട്ടോ. എൻ്റെയും കാശിയുടെയും കണ്ണൻ്റെയാണ്. കണ്ണൻ്റെ ഒരു ബോക്സിലാണ് വെക്കുക. കാശിയുടെ എൻ്റെ ഞാൻ കബോർഡിലാണ് വെക്കാറ് കേട്ടോ. അപ്പോഴത്തേനും ഇതാ നമ്മുടെ ജുങ്കുടുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിപ്പിച്ചു കേട്ടോ. കാരണം കുളിപ്പിക്കുന്നതൊന്നും ഇതിലിടാൻ പറ്റത്തില്ല. വീഡിയോ എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ ഗൈഡ് ലൈൻ കാണിക്കും യൂട്യൂബ്. അപ്പോൾ അവനെ എടുത്തിട്ട് ഇങ്ങനെ കുളിപ്പിച്ച് വരണ വഴിയാണ് കേട്ടോ ഞാൻ പുറത്തുനിന്ന് തന്നെ കൂറിയൊക്കെ തൊടിക്കും. അപ്പോൾ കുളിക്കാനുള്ള പരിപാടിയാണ്. അതിന് മുന്നേ നമുക്കൊരു 20 മിനിറ്റ് ആൽസ് ഗുഡ്നസിൻ്റെ മുൾട്ടാനിമിറ്റി മാസ്കില്ലേ അതൊന്ന് ഇടാം കുറച്ച് നേരം ഫേസിൽ. നല്ല കൂളിംഗ് എഫക്റ്റാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ. വല്ലപ്പോഴൊക്കെ ഒന്ന് സ്കിൻ കെയർ ചെയ്യണം. ഞാനങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന ഒരാളൊന്നുമില്ല. പക്ഷേ ഇതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ മുൾട്ടാനിമിറ്റിയുടെ പൗഡറും പിന്നെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. പാലുണ്ടെങ്കിൽ പാൽ മിക്സ് ചെയ്യാൻ കൂടുതൽ നല്ലത്. ഞാൻ പാലുണ്ട് പക്ഷെ മിക്സ് ചെയ്യാൻ എടുത്തില്ല. ഞാൻ വെള്ളമാണ് മിക്സ് ചെയ്തത്. പാലാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ്. കണ്ണി പോയി. നമുക്ക് ഈ ക്യാമറ നോക്കിയിട്ട് ചെയ്തിട്ടുള്ള ശീലമില്ലല്ലോ, അതുകൊണ്ട് ശീലമായിക്കോളും. ബാക്കിയുള്ളത് കഴുത്തിലും കൂടി കൊടുക്കാം. അപ്പോൾ ഞാനിതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായി വൃത്തിയായി കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. റിസൾട്ട് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇതാ കഴുകി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണു. പക്ഷെ നല്ല കൂളിങ് നല്ല സുഖമുണ്ട് ഫേസ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. പറ്റിച്ചാൽ നല്ലതാണ്. ചിലർക്കൊക്കെ അറിയുമായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഡേ മൈ ലൈഫിൽ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കുളിച്ച് സുന്ദരി കുട്ടിയൊക്കെ വരാം. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൗച്ചിട്ട് ഒരു പൊട്ടം കൂടെ വെക്കാം. കുറച്ച് കുങ്കുമം കൊടുക്കണം. അപ്പോഴേക്കും ഇതാ നമ്മുടെ മോന് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം സമയമാകുമ്പോൾ അവൻ എൻ്റെ ഒക്കത്ത് വന്ന് കയറും. ഞാൻ വീട്ടിലുള്ളപ്പോൾ എൻ്റെ ഒക്കത്ത് കയറും. അപ്പോൾ അങ്ങനെ പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ ഉറക്കും. തൊട്ടിയിലാണ് ഇടുക. ഞാൻ ഇല്ലെങ്കിൽ അമ്മ ഉറക്കും കേട്ടോ. അപ്പോൾ അമ്മ ഉറക്കുമ്പോൾ തൊട്ടിയിലങ്ങ് ഇട്ടിട്ട് ആട്ടിക്കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഉറങ്ങിക്കോളും. ഞാനാകുമ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് നല്ല ഉറക്കും. അപ്പോഴത്തേനും നമ്മുടെ സുന്ദരിക്കുട്ടി റെഡി ആവാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അവിടെ പിന്നെ ഒരു 1000 പ്രാവശ്യം വിളിക്കണം കാശി കുളിക്കാൻ വാ പറഞ്ഞിട്ട്, അപ്പോഴാണൊന്ന് വരിക. അപ്പോൾ ഇതാ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ പറഞ്ഞു ഉപ്പേരി ഒന്ന് നോക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അടുപ്പത്താണ് ഞങ്ങളെല്ലാതും വെക്കുക. അപ്പോൾ ഉപ്പേരി ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പേരി വാങ്ങാറാവണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ പാദ്യമ്പറൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ അമ്മ ആ ഉപ്പേരി വാങ്ങിക്കൊണ്ട് കൊണ്ടിട്ടാ. അപ്പോൾ പാദ്യമ്പറൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. അടുക്കളയിലത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ടി വി കാണാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. പക്ഷേ കാര്യമില്ല, ഷിൻജാനെ വെക്കത്തുള്ളൂ.
അത് കഴിഞ്ഞ് മോൻ എണീറ്റ് വന്നു. അവൻ്റെ രാവിലത്തെ ഉറക്കം എന്ന് പറയുന്നത് പൂച്ചക്കുട്ടികളില്ലേ, പൂച്ചക്കുട്ടികൾ ഇതിലും നന്നായിട്ട് ഉറങ്ങും. അത്ര പോലും എൻ്റെ മോൻ രാവിലെ കിടന്ന് ഉറങ്ങത്തില്ല. അപ്പോൾ അവന് ഉച്ചയ്ക്കുള്ള ചോറ് ഇതാ ഞാൻ റെഡിയാക്കി കൊടുന്നു. ഉപ്പേരിയും കൂട്ടാനൊക്കെ ഇച്ചിരി എടുത്തു. ചോറ് അരയ്ക്കും കേട്ടോ, അരച്ചിട്ടാണ് കൊടുക്കുക. കുറച്ച് പല്ലും കൂടെ വന്നാൽ റോ ആയിട്ട് കൊടുത്തു തുടങ്ങണം. ഇപ്പം അരച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇതാ അവന് ചോറ് കുറച്ച് നേരം കൊടുത്തു. കുറച്ച് നേരം ഫോണൊക്കെ കൊടുക്കും കേട്ടോ. തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ വേറെ നിവർത്തിയില്ല, അല്ലെങ്കിൽ ഓടിക്കൊണ്ട് നടക്കും. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോന്നതാണ്. അതിൻ്റെ ഇടയിൽ കരഞ്ഞ് എൻ്റെ വാലയിൽ തൂങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ. അത് ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കും. അവ ഉറങ്ങൊന്നുമില്ല, അവ അങ്ങനെ കളിച്ച് കിടക്കും. ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കും. അത് കഴിഞ്ഞപ്പോൾ സന്ധ്യ ആയിട്ടോ. സന്ധ്യ ആയപ്പോൾ ഇതാ കാശി മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് മാങ്ങയൊക്കെ ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തേക്കും കേട്ടോ. നല്ല ഇഷ്ടമാണ് മുപ്പത്തിയാർക്ക്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഹലോ ഗൈസ് എന്നൊക്കെയാണ് ആൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അവിടെ ഭയങ്കര നോയ്സാണ്, അതാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. അതുപോലെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് 2-3 പേരെ അടുത്ത് ചോദിച്ചു, നീ എന്താ വോയിസ് ഓവറിൽ ഭയങ്കര പിടിച്ച് സംസാരിക്കണ പോലെ എന്ന്. എനിക്കും തോന്നിയായിരുന്നു കേട്ടോ. കാരണം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, എവിടെ ഇല്ലാത്തൊരു ടെൻഷൻ എനിക്ക് കയറി വരും. ഇങ്ങനെയുള്ള വീഡിയോസിൽ നന്നാക്കാൻ ശ്രമിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ ഞങ്ങൾ വിളക്ക് വെച്ചു. വൈകുന്നേരം ഞങ്ങൾക്ക് അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല കേട്ടോ. രാത്രി ഇതാ ചോറുണ്ടു. അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ചോറ് കൊടുത്തു, ഉറക്കി. അതൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. ഇനി ഇതാ ഞാൻ ഉറങ്ങാൻ പോവാണ്. മേലുള്ള വെച്ച് കഴിഞ്ഞു, ഇനി ഉറങ്ങണം. ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പം ബായ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ അമർത്തണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തത്തുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബായ്.